ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് എങ്ങനെയാണ് ഡോക്കർ ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. അത് നമ്മുടെ ഡോക്കർ സീരീസിന്റെ രണ്ടാമത്തെ വീഡിയോ ആണ്. ആദ്യത്തെ വീഡിയോ ഞാൻ ഓൾറെഡി ഡോക്കർ എന്താണ്, കൂബർനൈറ്റ്സ് എന്താണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഡോക്കർ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് നോക്കാം. അത് കഴിഞ്ഞ് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എങ്ങനെ ഒരു ആപ്ലിക്കേഷനെ ഡോക്കറൈസ് ചെയ്യാം, ഡോക്കർ ഹബിലോട്ട് പുഷ് ചെയ്യാം, ഡോക്കർ ഹബിൽ നിന്ന് എങ്ങനെ ഇമേജുകൾ നമുക്ക് പുൾ ചെയ്തെടുത്ത് റൺ ചെയ്യാം എന്നുള്ള കാര്യമൊക്കെ പറയുന്നതാണ്. അപ്പം നമുക്ക് ഓരോ വീഡിയോ കൂടെയും പഠിച്ചു പഠിച്ചു പോവാം. അപ്പം ആദ്യത്തെ വീഡിയോ എങ്ങനെ ഡോക്കർ വിൻഡോസിൽ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഞാനിപ്പം വിൻഡോസിന്റെ ഇൻസ്റ്റാളേഷൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടംപോലെ വീഡിയോസ് അവൈലബിൾ ആണ്. ലിനക്സിന്റെ ആണെങ്കിലും മാക്കിന്റെ ആണെന്നുണ്ടെങ്കിലും എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണം എന്നുള്ളത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാ വർക്കിങ്ങും ഓൾമോസ്റ്റ് സെയിം ആണ്. ഓക്കെ, നമ്മൾ വിൻഡോസിന് നമ്മൾ ഡോക്കർ ഡെസ്ക്ടോപ്പ് ആണ് ഡൗൺലോഡ് ചെയ്യുന്നത്. നമുക്കൊന്ന് നോക്കി നോക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഒഫീഷ്യൽ ഡോക്കറിന്റെ വെബ്സൈറ്റിലോട്ട് പോവുക. ലോഡ് ആകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് തന്നെ ഡൗൺലോഡ് ചെയ്യാം. അതൊന്ന് ഡൗൺലോഡ് ആയിക്കോട്ടെ. അപ്പം ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. നമുക്കതിനെ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ബാക്കി ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് നോക്കാം. ഓക്കെ, ക്ലിക്ക് ചെയ്തിട്ട് വന്നില്ലേ? ഓക്കെ, ഡൗൺലോഡ്സിൽ പോയിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പം ഇൻസ്റ്റാളേഷൻ സ്റ്റാർട്ട് ആവുന്നുണ്ട്, ലോഡിംഗ് ആണ്, നോക്കാം. ഓക്കെ, യെസ് കൊടുക്കുക. ഓക്കെ, ഫയൽസ് ഈസ് അൺപാക്കിംഗ്. കുറച്ച് സമയം എടുക്കും തോന്നുന്നു, നമുക്ക് നോക്കാം. അപ്പോൾ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ക്ലോസ് ആൻഡ് റീസ്റ്റാർട്ട് ആണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പം ക്ലോസ് ആൻഡ് റീസ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഡോക്കർ ഓൾറെഡി സെറ്റപ്പ് ആവും. പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ എങ്ങനെ ഡോക്കർ ഡെസ്ക്ടോപ്പ് ഓപ്പൺ ചെയ്യാം, ഡോക്കർ വേർഷൻ എങ്ങനെ വന്നിട്ടുണ്ടെന്നുള്ള കാര്യം ചെക്ക്. അപ്പം നമ്മൾ ഡെസ്ക്ടോപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് നമ്മളുടെ ഡോക്കർ ഡെസ്ക്ടോപ്പ് വന്നിട്ടുണ്ട്. നമ്മൾ റീസ്റ്റാർട്ട് ചെയ്തു. ഇനി നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഡോക്കർ ഡെസ്ക്ടോപ്പ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പം നമ്മളോട് മറ്റേ പ്രൈവസി സെറ്റിങ്സ് ഒക്കെ അക്സെപ്റ്റ് ചെയ്യാൻ പറയുമായിരിക്കും. അപ്പോൾ അതൊന്ന് നോക്കി നോക്കാം. ഓക്കെ, അക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, നമുക്കിപ്പം ഇതിൻ്റെ അകത്തൊന്നും സെറ്റപ്പ് ചെയ്യണ്ട. നമുക്കൊന്ന് ഇൻസ്റ്റാൾ ആയിട്ടുണ്ടോ നോക്കി നോക്കാം. എടുക്കാം. വെയിറ്റ്, എന്തോ ഒരു മെസ്സേജ് കാണിക്കുന്നുണ്ട്. നോക്കട്ടെ. പ്രൊസെനി കീറ്റ് ഇൻസ്റ്റാൾ വിൻഡോസ് സബ് സിസ്റ്റം ഫോർ ലിനക്സ്. ഓക്കെ, അത് നമുക്ക് വേണം. WSL ആണ്. സോ അതൊന്ന് ഇൻസ്റ്റാൾ ആകട്ടെ. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ ഇൻഡെപ്തായിട്ട് അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ WSL ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. അതൊരു ടാസ്ക് ആയിട്ട് എടുത്തിട്ട് എന്തിനാണ് നമ്മൾ വിൻഡോസിൽ WSL ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്ന് നോക്കി നോക്കാം. ഓക്കെ, അപ്പം അത് ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഡോക്കർ ഹൈഫൻ ഹൈഫൻ വേർഷൻ ഒന്ന് നോക്കി നോക്കാം. ഓക്കെ, നമ്മുടെ ഡോക്കറിന്റെ വേർഷനും വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ഡോക്കർ കറക്റ്റായിട്ട് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് എങ്ങനെ ഒരു ആപ്ലിക്കേഷനെ ഡോക്കറൈസ് ചെയ്യാൻ നോക്കാം. ഡോക്കർ ഫയൽ, യാമൽ ഫയൽസ് ഒക്കെ എന്താണെന്ന് പറഞ്ഞിട്ട് നമുക്ക് എങ്ങനെ ഒരു ആപ്ലിക്കേഷനെ ഡോക്കറൈസ് ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പം വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് കാണാം.